നാഷണൽ ലെവലിൽ അറ്റൻഷൻ കിട്ടിയ പടം. ഒരുപാട് സ്ട്രെസ് ലെവലിലൂടെ പോയിട്ടുണ്ടാവും, പക്ഷേ എല്ലാം ഹാപ്പിയായി. ലേഡീസൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് പറയുന്നത് ഇത് ഇന്ത്യയിലെ സ്ത്രീകൾ മുഴുവൻ കണ്ടിരിക്കേണ്ട സിനിമ എന്ന് പറയുന്നത്. ഒരു ലേഡി ഇവിടെ ഇമോഷണലായിട്ട് ആസ് എ ഡയറക്ടർ എന്ത് തോന്നുന്നു? ഇത് തന്നെയായിരുന്നു നമ്മളുടെ വിശ്വാസവും പ്രതീക്ഷയും. ഇതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് പുറകിൽ നമ്മൾ അത്രയും പോരാടിയതിൻ്റെ കാര്യം ഇതാണ്. കാരണം ഈ സിനിമ ഇവിടെ ഇറങ്ങിയാൽ ഈ സിനിമ സംസാരിക്കുന്ന വിഷയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്ന് 100% എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ നേരിട്ട് കാണുന്നതും. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ തലത്തിലേക്ക് തന്നെ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ലേഡി പറഞ്ഞത് ഒരു സ്ത്രീയുടെ പ്രശ്നത്തിന് ലാംഗ്വേജ് ഇല്ല എന്നാ. ദർ ഇസ് വൺ ഇമോഷൻ. അത് ഈ സിനിമ കൺവേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് സന്തോഷം. അത് തന്നെയാണോ ഒരു ഡയറക്ടർ അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത്? അത് ഓരോരുത്തർക്കും അതിനെ ഓരോ പെർസ്പെക്റ്റീവിലാണ് കാണാൻ പറ്റുക. ഇപ്പം നമ്മുടെ ഈ സിനിമ ഞാൻ എപ്പോഴും പറയുന്നത് സെൻസർ ബോർഡ് കണ്ട ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അവർ എന്തുകൊണ്ട് ജാനകി എന്നൊരു പേര് സിനിമയിൽ വേണ്ട എന്ന് പറയുന്നത് അത് ഈ മൊത്തമായിട്ടില്ല, ഈ സിനിമയുടെ കണ്ടന്റുമായിട്ടുള്ള വിഷയം കൊണ്ടാണ്. അത് കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ജാനകി എന്നുള്ള പേര് വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. കാണുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ വർക്കാവുന്നോ അങ്ങനെ എല്ലാം ഉണ്ട് ഈ സിനിമ. ഒരു സ്ത്രീയുടെ പേരാണ് വലിയ വിവാദമായത്. അതേസമയം ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് സ്ത്രീകളാണ് പറയുന്നത് ഇത് ഇന്ത്യയിലെ സ്ത്രീകൾ എല്ലാവരും കണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ഇതിനും വലിയൊരു അവാർഡ് കിട്ടാനില്ല സത്യമായിട്ട്. ഞാൻ എപ്പോഴും മറ്റേ എൻ്റെ ഓഡിയോ ലോഞ്ച് നോക്കിയാൽ അറിയാം, ലുലുമാല നടത്തിയ, അതായത് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ലാസ്റ്റ് ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് ലുലുമാല ഞാൻ പറയുന്നുണ്ട് ഈ സിനിമ ഇവിടെ ചർച്ചാ വിഷയമാകും, ഈ സ്ത്രീപക്ഷ സിനിമയാണ് ചർച്ചാ വിഷയമാകണമെന്ന് അന്ന് തൊട്ട് ഞാൻ മുന്നിൽ പറയുന്നുണ്ട്. പക്ഷെ അത് സിനിമ റിലീസായതിനു ശേഷം ചർച്ചാ വിഷയമാണെന്നാണ് ആഗ്രഹിച്ചത്. അത് അതിന് മുമ്പേ മറ്റൊരു തലത്തെ ചർച്ചാ വിഷയമായി. ഇപ്പോൾ ഇതെല്ലാം അനുഗ്രഹമായിട്ട് വന്നു ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും ചേട്ടാ.